നമ്മുടെ സ്പൈഡർമാനും സൂപ്പർമാനും ഒരുമിച്ച് ഒരു യൂണിവേഴ്സിലാണെങ്കിൽ എന്തായിരിക്കും സംഭവിക്കുക? ഇവർ തമ്മിൽ ഏറ്റുമുട്ടോ അല്ലെങ്കിൽ രണ്ടുപേരും ഒരുമിച്ചാണോ പണിയെടുക്കാൻ വേണ്ടി പോകുന്നത്? ആക്ച്വലി ഇങ്ങനെ ഒരു സ്റ്റോറി നടക്കുന്നുണ്ട്. ഇന്നലെ നമ്മൾ ഓൾറെഡി ഒരു ഷോർട്സ് ഇട്ടിട്ടുണ്ടായിരുന്നു. അത് കണ്ടപ്പോൾ ഒരുപാട് പേര് പറഞ്ഞിട്ടുണ്ടായിരുന്നു ഇതിൻ്റെ ബാക്കി മുമ്പിലൊക്കെ എന്താണെന്ന് നടന്നെന്ന് അറിയാൻ വേണ്ടി താല്പര്യമുണ്ടെന്ന്. സോ അവർക്ക് വേണ്ടിയിട്ടാണ് വീഡിയോ. നമ്മുടെ സ്പൈഡർമാനും സൂപ്പർമാനും തമ്മിലൊരു ഫൈറ്റൊക്കെ ഉണ്ട്. അതെന്തൊക്കെയാണ് സംഭവിച്ചതെന്നൊക്കെ നമുക്ക് ഏതായാലും നോക്കിക്കളയാം. ഫസ്റ്റ് തന്നെ നിങ്ങൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യമുണ്ട്. ഈ സ്റ്റോറി നടക്കുന്ന യൂണിവേഴ്സിൽ, അതായത് DC മാർവലും തമ്മിലുള്ള ഒരു ക്രോസ് ഓവർ കോമിക്കാണിത്. അതുകൊണ്ട് തന്നെ ഈ യൂണിവേഴ്സിൽ സ്പൈഡർമാനും സൂപ്പർമാനും ഓൾറെഡി എക്സിസ്റ്റ് ചെയ്യുന്നുണ്ട്. അതായത് രണ്ടുപേരും വേറെ വേറെ യൂണിവേഴ്സിൽ നിന്ന് ഒരുമിച്ച് ഇങ്ങോട്ട് വരുന്നതെന്നല്ല, രണ്ടുപേരും ആ ഒരൊറ്റ യൂണിവേഴ്സിൽ തന്നെയാണുള്ളത്. ആ ഒറ്റ യൂണിവേഴ്സിൽ തന്നെ ഡെയിലി പ്ലാനറ്റും ഉണ്ട്, ഡെയിലി ബ്യൂഗിളും ഉണ്ട്. നമ്മുടെ പീറ്റർ പാർക്കർ സ്പൈഡർമാൻ ആണെങ്കിൽ ഡെയിലി ബ്യൂഗിളിൽ പണിയെടുത്തുകൊണ്ടിരിക്കുന്നത്, ഡെയിലി പ്ലാനറ്റിൽ നമ്മുടെ ക്ലാർക്ക് കെൻറ്റും പണിയെടുത്തുകൊണ്ടിരിക്കുന്നത്. ഇനി നമുക്ക് അതിലേക്ക് പോവാം. ആക്ച്വലി തുടക്കത്തിൽ തന്നെ കാണിക്കുന്നത് മെട്രോപോളിസിൽ എന്തോ ഒരു ജയൻറ്റ് റോബോട്ടിലെ പോലുള്ള ഒരു സാധനം അടിച്ച് തകർത്തുകൊണ്ടിരിക്കുകയാണ്. അത് എന്തിനാണ് വന്നതോ എവിടുന്നാണ് വന്നതോ എന്നൊന്നും നമുക്കറിയില്ല. ഓഫ് കോഴ്സ് അത് തടുക്കാൻ വേണ്ടി നമ്മുടെ സൂപ്പർമാൻ വരികയാണ്. ആക്ച്വലി ആ ജയൻറ്റ് റോബോട്ട് പോലത്തെ സാധനവും ഇപ്പോൾ സ്റ്റാർ ലാബ്സിലേക്ക് പോകാൻ വേണ്ടി ശ്രമിച്ചുകൊണ്ടിരിക്കുകയാണ്. അപ്പോഴാണ് നമ്മുടെ സൂപ്പർമാൻ ഇടയിൽ കയറുന്നതും ഐ മീൻ ആ ഒരു റോബോട്ട് സ്റ്റാർ ലാബ്സിൽ നിന്ന് എന്തോ ഒരു ചിപ്പ് പോലത്തെ സാധനം എടുക്കാൻ വേണ്ടി ശ്രമിക്കുകയാണ്. അവസാനം എങ്ങനെയൊക്കെയോ നമ്മുടെ സൂപ്പർമാൻ അടിച്ച് ആ റോബോട്ടിനെ ഇട്ടതും ഉടനെ തന്നെ ആ റോബോട്ടിൻ്റെ ഹെഡ് ഇജക്റ്റ് ആയിട്ട് അവിടുന്ന് പോവുകയാണ്. ആക്ച്വലി ആ റോബോട്ട് കൺട്രോൾ ചെയ്തുകൊണ്ടിരുന്നത് വേറെ ആരുമല്ല, നമ്മുടെ ലെക്സ് ലൂതറാണ്. അങ്ങനെ സൂപ്പർമാൻ്റെ കയ്യിൽ നിന്ന് ഇനി നിന്ന പണി കിട്ടുമെന്ന് മനസ്സിലാക്കിയപ്പോൾ പുള്ളി ആ ഹെഡ് ഇജക്റ്റ് ചെയ്തിട്ട് അതൊരു റോക്കറ്റ് പോലെ ആക്കി അങ്ങ് പോയി. പക്ഷേ സൂപ്പർ അണ്ണൻ ആരാ മുതൽ പുള്ളി തേടി പിടിച്ച് ലെക്സ് ലൂതറിൻ്റെ ലാബിലേക്ക് തന്നെ പോവാണ്. പക്ഷേ ലെക്സ് അണ്ണൻ ഏതാ മുതൽ എന്തായാലും സൂപ്പർ അണ്ണൻ തേടി പിടിച്ച് വരുന്നറിയാം. അതുകൊണ്ട് തന്നെ പുള്ളി ഒരു ലേസർ, ഒരു റെഡ് സൺ പവേർഡ് ആയിട്ടുള്ള ഗണ്ണ് അവിടെ ഓൾറെഡി സെറ്റാക്കി വെച്ചിട്ടുണ്ടായിരുന്നു. അത് വെച്ച് സൂപ്പർമാൻ അറ്റാക്ക് ചെയ്യാണ്. പക്ഷേ സൂപ്പർമാൻ അതൊക്കെ എങ്ങനെയൊക്കെയോ ഡോഡ്ജ് ചെയ്ത് അവസാനം ലെക്സ് ലൂതറിനെ ഡിഫീറ്റും ചെയ്ത് ജയിലും ആക്കാണ്. അതേസമയം ന്യൂയോർക്കിൽ കുറച്ച് കൊള്ളക്കാർ ഒരു മ്യൂസിയം കൊള്ളയടിക്കാൻ വേണ്ടി ശ്രമിച്ചുകൊണ്ടിരിക്കുകയാണ്. അങ്ങനെ അവർ തടുക്കാൻ വേണ്ടിയിട്ട് വരികയാണ് നമ്മുടെ നായകൻ സ്പൈഡർമാൻ. ആക്ച്വലി ആ കള്ളന്മാരൊക്കെ ഡോക്ടർ ഒക്ടോപ്പസിന് വേണ്ടിയിട്ടാണ് വർക്ക് ചെയ്യുന്നത്. അങ്ങനെ ഈ ഫൈറ്റിൻ്റെ ഇടയ്ക്ക് പുള്ളി അങ്ങോട്ട് വരികയാണ്. പക്ഷേ ഇവിടെ നമ്മുടെ സ്പൈഡർമാൻ ജയിക്കും നിങ്ങൾ വിചാരിക്കൂ അല്ലേ? അല്ല, ഡോക്ടർ ഒക്ടോപ്പസ് പുള്ളിനെ അടിച്ചിട്ട് പുള്ളി അവിടെ നിന്ന് എസ്കേപ്പ് ആയി പോകും. പക്ഷേ എന്നാലും നാണക്കേട് കൊണ്ട് നമ്മുടെ സ്പൈഡർമാൻ ആ ഒക്ടോപ്പസിൻ്റെ ആ പറക്കുന്ന ആ ഒരു ഫോട്ടോസ് പോലത്തെ സാധനത്തിൽ തന്നെ പോയി പുള്ളിനെ അടിച്ച് മടക്കി ജയിലിലാക്കാണ്. അങ്ങനെ ആ ജയിലിൽ ആരാണത്? നമ്മുടെ മൊട്ടത്തല ലെക്സ് ലൂതർ. അങ്ങനെ വില്ലനും ഒന്നും ചേർന്നാൽ എന്ത് സംഭവിക്കും? വലിയ വില്ലന്മാരായി മാറും. അങ്ങനെ ഇവർ രണ്ടുപേരും ഫ്രണ്ട്സായിട്ട് നമ്മുടെ ലെക്സ് ലൂതറും ഡോക്ടർ ഒക്ടോപ്പസും അവിടുന്ന് ബ്രേക്ക് ഔട്ട് ചെയ്യാണ്. ഐ മീൻ പുറത്ത് ചാടുവാണ് ജയിലിൽ നിന്ന്. നമ്മുടെ ഡോക്ടർ ഒക്ടോപ്പസ് പുള്ളിയുടെ ആ 6 കൈയൊക്കെ യൂസ് ചെയ്തിട്ട് കൂളായിട്ട് തന്നെ ആ ജയിൽ ചാടിയിട്ട് നമ്മുടെ ലെക്സ് ലൂതറിനെ കൊണ്ടുപോവാണ്. അങ്ങനെ ഇപ്പോൾ ഒരു പ്രസ് കോൺഫറൻസ് നടക്കുകയാണ്. അവിടെ നമ്മുടെ ക്ലാർക്ക് കെൻറ്റും ലോയിസ് ലെയ്നും ഒരുമിച്ചാണുള്ളത്. അതേസമയത്ത് തന്നെ വേറൊരു പ്രസിൻ്റെ ഭാഗമായിട്ട് നമ്മുടെ പീറ്റർ പാർക്കറും MJ അവിടെ തന്നെയാണുള്ളത്. അതേസമയം നമ്മുടെ പീറ്റർ പാർക്കർ ലോയിസ് ലെയ്ൻ്റെ അടുത്തൊക്കെ നല്ലോണം സംസാരിക്കുകയാണ്. ഇത് അഫ്കോഴ്സ് പുള്ളിയുടെ മറ്റേ കൊച്ചിനെ ഇഷ്ടപ്പെടില്ലല്ലോ MJക്ക്. അങ്ങനെ ഇവർ സംസാരിച്ചുകൊണ്ടിരിക്കുമ്പോഴാണ് നമ്മുടെ സൂപ്പർമാൻ അഗ്രസീവായിട്ട് അങ്ങോട്ട് വരുന്നതും ഈ 2 പെൺപിള്ളേരെ, ഐ മീൻ നമ്മുടെ MJനെയും ലോയിസ് ലെയ്നെയും പുള്ളിയുടെ ഡിസപ്പിയറിങ് വിഷൻ വെച്ചിട്ട് അറ്റാക്ക് ചെയ്യുന്നത്. അങ്ങനെ അവർ രണ്ടുപേരും അവിടെ നിന്ന് അപ്രത്യക്ഷമായി പോവാണ്. അങ്ങനെ ഉടനെ തന്നെ നമ്മുടെ പീറ്റർ പാർക്കർ ഇത് കണ്ടത് തൊട്ടടുത്തുള്ള ഒരു ഫോൺ ബൂത്തിപ്പായിട്ട് സൂട്ടൊക്കെ മാറിയിട്ട് വരികയാണ്. അങ്ങനെ നമ്മുടെ പീറ്റർ പാർക്കർ സ്പൈഡർമാനായിട്ടും മാറിയിട്ട് വരികയാണ്. നമ്മുടെ ക്ലാർക്ക് കെന്റ് സൂപ്പർമാനായിട്ടും മാറിയിട്ട് വരികയാണ്. അപ്പോൾ നിങ്ങൾ വിചാരിക്കൂ, അപ്പോൾ സൂപ്പർമാൻ അല്ലേ ഇപ്പോൾ വന്നിട്ട് ഇവരെ അറ്റാക്ക് ചെയ്ത് ഡിസപ്പിയറിംഗ് വിഷൻ വെച്ചിട്ട് അറ്റാക്ക് ചെയ്തതെന്നല്ലേ? ആക്ച്വലി അത് നമ്മുടെ ഒറിജിനൽ സൂപ്പർമാൻ അല്ല. അത് സൂപ്പർമാൻ ആണോ എന്താണെന്നൊക്കെ കുറച്ചും കൂടി കഴിയുമ്പോൾ നമുക്ക് മനസ്സിലാവും. അങ്ങനെ രണ്ടുപേരും ഒരു റൂഫ് ടോപ്പിൽ എത്തുകയാണ്. അങ്ങനെ എന്താ നടക്കുന്നത് നോക്കുകയാണ്. അതേസമയം തൊട്ടപ്പുറത്ത് നിന്ന് നമ്മുടെ ലെക്സ് ലൂതറും ഡോക്ടർ ഒക്ടോപ്പസും നോക്കിക്കൊണ്ടിരിക്കുകയാണ്. അപ്പം ലെക്സ് ലൂതറിൻ്റെ കോസ്റ്റ്യൂം നോക്കുമ്പോഴാണ് മനസ്സിലാവുന്നത് സൂപ്പർമാന് പകരമായിട്ട് പുള്ളിയാണ് അങ്ങോട്ട് വന്ന് ഇതൊക്കെ ചെയ്തിട്ട്. അങ്ങനെ സൂപ്പർമാന് എന്താ നടന്നതെന്നൊന്നും മനസ്സിലാവുന്നില്ല. ഉടനെ തന്നെ നമ്മുടെ സ്പൈഡർമാൻ അങ്ങോട്ട് ചാടി വരികയാണ്. കാരണം പുള്ളിനെ സംബന്ധിച്ചിടത്തോളം അവരെ അറ്റാക്ക് ചെയ്ത് ഡിസപ്പർ ചെയ്തിരിക്കുന്നത് നമ്മുടെ സൂപ്പർമാൻ കാരണമാണ്. അങ്ങനെ നീ അവരെന്താ ചെയ്തിരിക്കുന്നതെന്ന് സൂപ്പർമാനോട് ചോദിച്ച് അഗ്രസീവ് ആവുകയാണ്. അങ്ങനെ സ്പൈഡർമാനെ കണ്ടിട്ട് സൂപ്പർമാനും അതിശയിക്കുകയാണ്. കാരണം ഇവൻ ഇനി ഏത് തരത്തിലുള്ള വില്ലനാണ്? ഇനി ഇവരാണോ അവരെന്തെങ്കിലും ചെയ്തതെന്ന് ആലോചിച്ചിട്ട്. അങ്ങനെ രണ്ടുപേരും തമ്മിലടിക്കാൻ വേണ്ടിയിട്ട് നമ്മുടെ ലെക്സ് ലൂതറും ഒക്ടോപ്പസും ചെയ്തിട്ടുള്ള പണിയാണിത്. ഉടനെ തന്നെ നമ്മുടെ സ്പൈഡർമാന് ലെക്സ് ലൂതർ ഒരു റെഡ് സൺ റേഡിയേഷൻ പവർ വെച്ചിട്ട് അറ്റാക്ക് ചെയ്യാണ്. ആക്ച്വലി പുള്ളിനെ അറ്റാക്ക് ചെയ്തതല്ല, സൂപ്പർമാനെതിരായിട്ട് ഒരു ബൂസ്റ്റ് കിട്ടാൻ വേണ്ടിയിട്ട് കുറച്ച് പവേഴ്സ് കൊടുത്താണ് ലെക്സ് ലൂതർ അത്. അങ്ങനെ ആ റെഡ് സൺ റേഡിയേഷൻ്റെ പവേഴ്സ് നമ്മുടെ സ്പൈഡർമാന് ഒരു ബൂസ്റ്റ് കൊടുക്കുകയാണ്. കാരണം സൂപ്പർമാനെ കൺഫ്രണ്ട് ചെയ്യാൻ വേണ്ടിയിട്ട് പുള്ളിക്കാർ ഹെൽപ്പ് ആവും. നമ്മുടെ സൂപ്പർമാന് അറിയാം ഈ സ്പൈഡർമാൻ ഒരു ഹീറോ ഒക്കെ ആണെന്ന്. പക്ഷേ എന്നാലും എന്തോ ഒരു മിസ്റ്റേക്ക് നടന്നിട്ടുണ്ട് മോനെ, നമുക്ക് സംസാരിച്ച് തീർക്കാമെന്ന് പറഞ്ഞപ്പോൾ തന്നെ താൻ പോടോ പന്നപ്പെട്ട കളവായില്ലേനെ, താനാണ് അവരെ ഇല്ലാതാക്കിയത്, ഞാൻ കണ്ടു, മര്യാദയ്ക്ക് എവിടെയാണെന്ന് പറഞ്ഞു, അല്ലെങ്കിൽ കൊന്നോ അല്ലെങ്കിൽ ഫ്രൈ ആക്കിയോ എന്നൊക്കെ ചോദിച്ചുകൊണ്ടിരിക്കുകയാണ് പുള്ളി. അതും പറഞ്ഞുകൊണ്ട് നമ്മുടെ സൂപ്പർമാൻ അറ്റാക്ക് ചെയ്യാണ്. സ്പൈഡർമാൻ്റെ ആ കുത്ത് കിട്ടിയതും സൂപ്പർമാൻ തെറിച്ച് പോകുകയാണ്.
അങ്ങനെ ആ കുത്ത് കിട്ടിയിട്ടും നമ്മുടെ സൂപ്പർമാൻ നേരെ അവിടെ കുറച്ചുള്ള സിവിലിയൻസിൻ്റെ മേളിലേക്ക് വീഴാൻ വേണ്ടി പോകായിരുന്നു. ഉടനെ തന്നെ പുള്ളിയുടെ പവേഴ്സ് തിരിച്ചെടുത്ത് പറന്നിട്ട് നമ്മുടെ സ്പൈഡർമാൻ നേർക്ക് പോവാണ്. പോകുന്നതിൻ്റെ ഇടയ്ക്ക് തന്നെ നമ്മുടെ സൂപ്പർമാൻ പറയുന്നുണ്ട്, ആ ചെലന്തി മോൻ്റെ പോലും എങ്ങനെ ഈ പവേഴ്സ് കിട്ടിയെന്ന് എനിക്ക് അറിഞ്ഞൂടാ. പക്ഷേ അവൻ വേണ്ടാത്ത പരിപാടി ചെയ്ത് ഇനി ആ പന്നീനെ ആർക്ക് രക്ഷിക്കാൻ പറ്റില്ല, എനിക്ക് ഭ്രാന്ത് പിടിച്ചിരിക്കുക, കൊല്ലാൻ പോടാ പന്നി എന്ന് പറഞ്ഞുകൊണ്ട് നമ്മുടെ സൂപ്പർമാൻ വരികയാണ്. അങ്ങനെ പുള്ളി ഷോ അടിച്ച് പൊയ്ക്കൊണ്ടിരിക്കുമ്പോൾ തന്നെ സ്പൈഡർമാൻ വലയിട്ട് വന്നിട്ട് ചാടി വീണ്ടും ഒരു ചവിട്ടും കൂടി കൊടുക്കുകയാണ്. അങ്ങനെ ആ കുത്തിൻ്റെ ഇടയ്ക്ക് തന്നെ സ്പൈഡർമാൻ പറയുന്നുണ്ട്, താൻ വിചാരിക്കുന്ന പോലെ അല്ലല്ലോ, ഇത്രയേ ഉള്ളൂ, 2 ചവിട്ടിൽ നിന്ന് തുടങ്ങി തെറിച്ച് പോകണല്ലോ, താൻ എന്ത് സൂപ്പർമാനാണെന്ന് ചോദിക്കുകയാണ്. പക്ഷേ അടികൊണ്ട് നിൽക്കുന്ന നമ്മുടെ സൂപ്പർമാനും കാമായിട്ട് പറയാണ്, മോനെ കൊച്ചേ ഞാൻ പറയുന്ന കേക്ക്, നമുക്കിത് സംസാരിച്ച് തീർക്കാം, വേണ്ടത്ത പണിക്കൊന്നും നിൽക്കണ്ടാന്ന് പുള്ളി പറഞ്ഞുകൊണ്ടിരിക്കുകയാണ്. ആര് കേൾക്കാൻ. അങ്ങനെ സൂപ്പർമാനും ഇനി നിനക്ക് ഞാൻ ആരാണെന്ന് കാണിച്ചു തരാമെന്ന് പറഞ്ഞിട്ട് നമ്മുടെ സ്പൈഡർമാൻ അറ്റാക്ക് ചെയ്യാൻ വന്നതും അത് കൂളായിട്ട് തന്നെ സൂപ്പർ സ്പീഡ് വെച്ചിട്ട് നമ്മുടെ സൂപ്പർമാൻ ഡോഡ്ജ് ചെയ്യാണ്. എന്നിട്ട് ആഞ്ഞൊന്നുമില്ല, ജസ്റ്റ് സ്പൈഡർമാൻ ഒരു കുത്താൻ വേണ്ടി പോവാണ്. പക്ഷെ ആ കുത്താൻ വേണ്ടി പോകുമ്പോഴാണ് നമ്മുടെ സൂപ്പർമാൻ തന്നെ ആലോചിക്കുന്നത്, ഞാൻ എന്താണ് ഈ ചെയ്തുകൊണ്ടിരിക്കുന്നത്, ഞാൻ എങ്ങാനും ഒന്ന് അറിഞ്ഞ് തൊട്ട് കഴിഞ്ഞാൽ ഈ കുരുട്ട് ചത്ത് പോലോ എന്ന് പറഞ്ഞിട്ട് പുള്ളി ഒന്നും ചെയ്യാറ് അവിടെ തന്നെ നിൽക്കുകയാണ്. വീണ്ടും നമ്മുടെ സ്പൈഡർമാൻ അറ്റാക്ക് ചെയ്യാൻ വേണ്ടി, പക്ഷേ പുള്ളിയുടെ ബോഡിയിലുണ്ടായിരുന്ന ആ ആ റെഡ് സൺ റേഡിയേഷൻ ഇപ്പോൾ തീർന്നിരിക്കുകയാണ്. അങ്ങനെ വീണ്ടും നമ്മുടെ സൂപ്പർമാൻ അറ്റാക്ക് ചെയ്യാൻ വന്നു. സൂപ്പർമാൻ കല്ല് പോലെ അവിടെ നിൽക്കുകയാണ്. പക്ഷേ സ്പൈഡർമാൻ അടിച്ചുകൊണ്ട് തന്നെ ഇരിക്കുകയാണ് ഫുൾ പവേഴ്സിൽ. പക്ഷെ ആര് നിർത്താൻ, MJ നീ എന്താടാ ചെയ്തതെന്ന് പറഞ്ഞിട്ട് വീണ്ടും സൂപ്പർമാൻ ഇടിച്ചുകൊണ്ടിരിക്കുകയാണ്. അവസാനം പാവത്തിൻ്റെ കൈ തന്നെ ഒടിഞ്ഞു പോവാണ്. അങ്ങനെ പുള്ളി മടുത്ത് സഹി കെട്ടിട്ട് സ്പൈഡർമാൻ ഇടി നിർത്തുകയാണ്. എന്നിട്ട് സൂപ്പർമാൻ പറയാണ്, കഴിഞ്ഞോ നിൻ്റെ ഷോക്കോ, എന്നാൽ പിന്നെ നമുക്ക് കുറച്ച് നേരം സംസാരിച്ചാലും ചോദിക്കുകയാണ്. അങ്ങനെ രണ്ടുപേർക്കും സംസാരിച്ചപ്പോൾ തന്നെ മനസ്സിലായി, കാരണം രണ്ടുപേരും സൂപ്പർ ഹീറോസാണ്. അവരുടെ വേഷത്തിൽ വേറെ ആരോ വന്നിട്ട് എന്തൊക്കെയോ ഒപ്പിച്ച് വെച്ചതാണെന്നൊക്കെ അവർക്ക് രണ്ടുപേർക്കും മനസ്സിലായി. പിന്നെന്താ, ഇനി ടീമപ്പ് തന്നെ. അങ്ങനെ നമ്മുടെ സൂപ്പർമാനും സ്പൈഡർമാനും ഒരുമിച്ച് ചേർന്നിട്ട് ഡോക്ടർ ഒക്ടോബസും ലെക്സ് ലൂഥറൊക്കെ ഉള്ള ആ സ്ഥലം കണ്ടുപിടിക്കുകയാണ്. അങ്ങനെ ഇവർ രണ്ടുപേരും 2 രീതിക്കാണ് പോകുന്നത്. അതായത് നമ്മുടെ സ്പൈഡർമാൻ അവിടെ ഒരുപാട് ഡെത്ത് ട്രാപ്സൊക്കെ ആ വെയർ ഹൗസിൽ നമ്മുടെ വില്ലൻസ് ഒരുക്കി വെച്ചിട്ടുണ്ടാവും. അതൊക്കെ കഷ്ടപ്പെട്ട് ഡോഡ്ജ് ചെയ്തിട്ടൊക്കെ നമ്മുടെ സ്പൈഡർമാൻ പോവാണ്. പക്ഷേ സൂപ്പർമാൻ കൂളായിട്ട് എല്ലാം ഇടിച്ച് തകർത്തങ്ങ് പോവാണ്. അവിടെ എത്തിയപ്പോഴാണ് ഇവർക്ക് മനസ്സിലാവുന്നത്, ഇവരവിടെ ഉള്ളതുപോലെ ഒരു ട്രാൻസ്മിഷൻ മാത്രമാണ് അവിടെ ഉള്ളത്. ശരിക്കും ആ തെണ്ടികൾ സ്പേസിൽ ഇൻജസ്റ്റിസ് ഗ്യാങ്ങിൻ്റെ എവിടെയോ ഉള്ളതെന്ന് പറഞ്ഞിട്ട് നമ്മുടെ സൂപ്പർമാനും സ്പൈഡർമാനും സ്പേസിലേക്ക് തന്നെ പോവാണ്. അങ്ങനെ രണ്ടുപേരും അവരവരുടെ വില്ലനും തൂക്കിയെടുത്തുകൊണ്ട് താഴോട്ട് വരികയാണ്. അതായത് നമ്മുടെ സ്പൈഡർമാൻ ഒക്ടോബസിനും ലെക്സ് ലൂഥറിനെ നമ്മുടെ സൂപ്പർമാനും. അങ്ങനെ ഇവർ രണ്ടുപേരും അവരുടെ പണി കഴിഞ്ഞത് വീണ്ടും അവരുടെ കോസ്റ്റ്യൂമൊക്കെ മാറിയിട്ട് ആ പ്രസ് കോൺഫറൻസിന് വീണ്ടും പോവാണ്. അങ്ങനെ അവിടെ നമ്മുടെ ക്ലാർക്ക് കെൻറ്റും പീറ്റർ പാർക്കറൊക്കെ മീറ്റ് ചെയ്യുന്നുണ്ട്. പക്ഷേ രണ്ടുപേർക്ക് അങ്ങോട്ടും ഇങ്ങോട്ടും അവരുടെ ഐഡൻറ്റിറ്റി അറിയത്തില്ലല്ലോ. നമ്മളങ്ങനെ നമ്മുടെ പീറ്ററും ക്ലാർക്ക് കെൻറ്റും MJയും ലോയിസ് ലെയ്നും ഒക്കെ കൂടെ ഒരു ഫാമിലിയായി മാറിയിട്ട് ഒരു ലഞ്ച് ബ്രേക്കിനൊക്കെ പോയിട്ട് ഫുഡെല്ലാം അടിച്ചിട്ടൊക്കെ അങ്ങ് പിരിയാണ്. ഇങ്ങനെയാണ് നമ്മുടെ ഈ സൂപ്പർമാൻ ആൻഡ് സ്പൈഡർമാൻ എന്ന് പറഞ്ഞിട്ടുള്ള ഈ ക്രോസ് ഓവറിൽ നമ്മുടെ ഈ 2 ഹീറോസ് തമ്മിലുള്ള ഫൈറ്റും ഇവരുടെ ഈ സ്റ്റോറിയുടെ മൊത്തം എൻഡിങ് തന്നെ. പലർക്കും ഒരു ഡൗട്ട് ഉണ്ടാവും, അതായത് കോമിക് റൈറ്റർ വിചാരിക്കുന്നതല്ലേ എന്തായാലും ജയിക്കുകയുള്ളൂ, അങ്ങനെ നമ്മുടെ സ്പൈഡർമാൻ തോക്കണമെന്ന് വിചാരിച്ചിട്ടുണ്ടാവും, അതുകൊണ്ടായിരിക്കും സൂപ്പർമാൻ ജയിച്ചതെന്നല്ലേ. എന്നാലും ഒരു പരിധിയൊക്കെ വേണ്ടേ, സൂപ്പർമാൻ എങ്ങനെ പോയാലും നമ്മുടെ സ്പൈഡർമാനെ ഡിഫീറ്റ് ചെയ്യാൻ പറ്റുമല്ലോ. പണ്ട് ജസ്റ്റിസ് ലീഗ് വേഴ്സസ് അവഞ്ചേഴ്സ് എന്ന് പറഞ്ഞൊരു കോമിക്കിൽ നമ്മുടെ സൂപ്പർമാൻ തോറിനെ ഡിഫീറ്റ് ചെയ്യുന്ന പോലെ ഒരു സീനുണ്ടായിരുന്നു. അന്ന് തോർ അത്രയ്ക്ക് ഫേമസ് ആയിട്ടുള്ളൊരു ക്യാരക്ടർ ആയിരുന്നില്ല. അതുകൊണ്ടാണ് സൂപ്പർമാൻ ആ കാലത്ത് സൂപ്പർമാൻ തോറിനേക്കാളും ഫേമസ് ആയിരുന്നുകൊണ്ടാണ് തോറിനെ സൂപ്പർമാൻ ഡിഫീറ്റ് ചെയ്യുന്ന പോലെ കാണിച്ചിട്ടുള്ളത്. പക്ഷേ ഇവിടെ അങ്ങനെയല്ല. ഇപ്പം മാർവലിലാണെങ്കിലും DC-യിലാണെങ്കിലും സൂപ്പർ ഹീറോസ് എന്ന് പറയുമ്പോൾ തന്നെ നമ്മുടെ മൈൻഡിലേക്ക് 2 പേരെ വരിക, സൂപ്പർമാൻ ആൻഡ് സ്പൈഡർമാൻ. സോ അന്നത്തെ കാലത്തെ ഇവർ പോപ്പുലറാണ്, ഇന്നത്തെ കാലം അതിലും. സോ ഇവർക്ക് 2 പേർക്കും ഈവൻ മാച്ചായിട്ടാണ് ഈ സ്റ്റോറി തന്നെ എഴുതിയിരിക്കുന്നത്. എന്നിട്ടും നമ്മുടെ സൂപ്പർമാൻ സ്പൈഡർമാനെ ഡിഫീറ്റ് ചെയ്യുന്ന പോലെ കാണിച്ചിട്ടുണ്ടെങ്കിൽ സൂപ്പർമാൻ്റെ പവേഴ്സ് ആലോചിച്ചാൽ പോരെ. അപ്പോഴും നിങ്ങളൊരു കാര്യം മനസ്സിലാക്കണം, നമ്മുടെ സ്പൈഡർമാന് അവിടെ റെഡ് സൺ റേഡിയേഷൻ്റെ ഒരു എക്സ്ട്രാ പവറും കൂടി ഉണ്ട്. മാത്രമല്ല നമ്മുടെ സൂപ്പർമാൻ ആണെങ്കിൽ പുള്ളിയുടെ എക്സ്ട്രാ പവേഴ്സ് ഒന്നും യൂസ് ചെയ്തിട്ടില്ല. സൂപ്പർ സ്പീഡ് യൂസ് ചെയ്തിട്ടില്ല, പുള്ളിയുടെ സൂപ്പർ സ്ട്രെങ്ത് യൂസ് ചെയ്തിട്ടില്ല, ഒന്നും യൂസ് ചെയ്തിട്ടില്ല. സ്പൈഡർമാൻ തരുന്നതൊക്കെ വാങ്ങിക്കൊണ്ടിട്ട് മാത്രമേ ഇരുന്നുള്ളൂ. തിരിച്ചടിക്കുന്ന പോയിട്ട് നനങ്ങിട്ട് പോലും ഇല്ല പുള്ളി. ഇതൊന്നും മാത്രമല്ലാതെ നമ്മുടെ ഡോക്ടർ ഡൂം, ഹൾക്ക് ഇവരൊക്കെ വരുന്ന പോലെ വേറൊരു കോമിക് ഉണ്ട്. അത് നിങ്ങൾക്ക് അറിയാൻ താല്പര്യം ഉണ്ടെങ്കിൽ എന്തായാലും താഴെ കമൻറ്റ് ചെയ്യുക. ഇതൊന്നും പോരാതെ സൂപ്പർമാൻ ആൻഡ് സ്പൈഡർമാൻ എന്ന് പറഞ്ഞിട്ട് DC ആൻഡ് മാർവൽ ഇപ്പോൾ നമ്മുടെ ഡെഡ്പൂൾ ആൻഡ് ബാറ്റ്മാൻ എന്ന് പറഞ്ഞിട്ട് ഒരു കോമിക് ഓൾറെഡി ഇറങ്ങിയിട്ടുണ്ടായിരുന്നു. അതിൻ്റെ ഫസ്റ്റ് ഇഷ്യൂ നമ്മൾ ഓൾറെഡി എക്സ്പ്ലെയിൻ ചെയ്തിട്ടുണ്ടായിരുന്നു. അതിൻ്റെ സെക്കൻഡ് ഇഷ്യൂ എന്താ എക്സ്പ്ലെയിൻ ചെയ്യാത്തെന്ന് ചോദിക്കരുത്, അത് ഇറങ്ങിയിട്ടില്ല. അതേപോലെ തന്നെ DC-യും മാർവലും വീണ്ടും ക്രോസ് ഓവറായിട്ട് നമ്മുടെ സൂപ്പർമാൻ ആൻഡ് സ്പൈഡർമാനെ വെച്ചിട്ട് വീണ്ടും ഒരു ക്രോസ് ഓവർ ഇറക്കാൻ വേണ്ടി പോവാണ് ഇപ്പോൾ പുതിയ സ്റ്റോറിയായിട്ട്. സോ അത് നമ്മൾ ഇറങ്ങിക്കഴിഞ്ഞാൽ ചെയ്യുന്നതായിരിക്കും. സോ അതൊക്കെ നിങ്ങൾക്ക് അറിയാൻ താല്പര്യം ഉണ്ടെങ്കിൽ താഴെ കമൻറ്റ് ചെയ്യുക. അപ്പോൾ പുതിയൊരു വീഡിയോയിൽ കാണുന്നവരെ ബൈ.